കോൺഗ്രസ് ഹരിയാനയിൽ ജമ്മു കാശ്മീരിൽ ഇപ്പോഴും 31 സീറ്റുകളുടെ ലീഡുണ്ട് കോൺഗ്രസ് NC സഖ്യത്തിന്. BJP 26 സീറ്റുകളിലും മറ്റുള്ളവർ 10 സീറ്റുകളിലും PDP 4 സീറ്റുകളിലുമാണ് ജമ്മു കാശ്മീരിൽ ലീഡ് ചെയ്യുന്നത്. ഹരിയാനയിൽ മാറ്റമില്ല, കോൺഗ്രസ് ഇപ്പോഴും ലീഡ് തുടരുകയാണ്. കിരൺ ബാബു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, എന്താണ് അടുത്ത അപ്ഡേറ്റുകൾ വരുന്നത്? ജമ്മു കാശ്മീരിൽ എങ്ങനെയാണ്? ജമ്മു മേഖലയാണോ ഇപ്പോഴും BJPക്കുള്ള 26 സീറ്റ് എന്ന് പറയുന്നത്? കോൺഗ്രസ് NC സഖ്യത്തിന് ഈ ജമ്മു മേഖലയിൽ BJPക്കൊപ്പം എത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ ടാലി നോക്കുമ്പോൾ. മഞ്ജുഷ, അത് തന്നെയാണ് ജമ്മു കാശ്മീരിലും ഇപ്പോൾ കോൺഗ്രസ് NC സഖ്യത്തിന് തന്നെയാണ് മേൽക്കൈ എന്ന് പറയേണ്ടി വരും. കാരണം വോട്ടെണ്ണലിലെ ഫലസൂചനകൾ പുറത്തു വന്നതിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളും ഉള്ളത് ജമ്മു മേഖലയിൽ നിന്നുള്ളതാണ്. ജമ്മു മേഖലയിൽ BJP ഒരു സമ്പൂർണ്ണ ആധിപത്യമാണ് പ്രതീക്ഷിച്ചത്. കശ്മീർ മേഖലയിൽ നിന്ന്, താഴ്വരയിൽ നിന്ന് അങ്ങനെ ഒരു സീറ്റ് BJPക്ക് ലഭിക്കാറില്ല. ജമ്മുവിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടുക, അതുവഴി അധികാരം നേടുക എന്നുള്ളതാണ് BJP. അവിടെ ഇപ്പോൾ വോട്ടെണ്ണൽ വന്നതിനകത്ത് ഏകദേശം 60-70% വരുന്ന മണ്ഡലങ്ങളും വരുന്നത് ജമ്മു മേഖലയിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ തന്നെ വോട്ടെണ്ണുമ്പോൾ ഏകദേശം 31-26 പൂർണ്ണമായും ആ മേഖല മാത്രമാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ 60%-ലേറെ മണ്ഡലങ്ങളുടെയും ഫലസൂചനകൾ പുറത്തു വന്നത് ജമ്മു മേഖലയിൽ നിന്നാണ്. അവിടെ തന്നെ BJPക്ക് ഏതെങ്കിലും തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. BJPയും അവിടെ NC കോൺഗ്രസ് സഖ്യവും തുല്യമാണെങ്കിൽ പോലും കശ്മീർ മേഖലയ്ക്ക് എണ്ണുമ്പോൾ NC കോൺഗ്രസ് സഖ്യത്തിന് മുന്നേറ്റം അനായാസം തന്നെ സാധ്യമാകും. അതുകൊണ്ട് എങ്ങനെയാണോ ഹരിയാനയിൽ അവിടെ കോൺഗ്രസ് സഖ്യത്തിന് ഒരു വൻ വിജയത്തിലേക്ക് പോകുന്നത്, ആ സമാനമായ രീതിയിൽ തന്നെ ജമ്മു കാശ്മീരിലും വിജയത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നിലവിലുള്ള ഫലസൂചനകൾ നൽകുന്നത്. കാരണം കാശ്മീർ മേഖലയിൽ നിന്ന് BJPക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു MLA ഉണ്ടാവാനില്ല. കാശ്മീർ മേഖലയിൽ നിന്ന് BJPക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു വിജയം ഉണ്ടാവാനും കാര്യമായിട്ടില്ല. അവരുടെ പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്തത് ജമ്മു മേഖലയിലാണ്. ജമ്മു മേഖലയിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് BJPയെ ഒരു പരിധിവരെയെങ്കിലും പിടിച്ചുകെട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഫലസൂചനകൾ നൽകുന്നത്. സ്വാഭാവികമായും താഴ്വരയിലെ വോട്ടെണ്ണലിന് താമസമുണ്ടാവും. അവിടെ സുരക്ഷാ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ് വോട്ടെണ്ണലിന് താമസം വരും. ആ വോട്ടെണ്ണൽ കൂടി വരുമ്പോൾ ഇപ്പോഴത്തെ ഫലസൂചനകളാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഇതിലേതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടക്കുന്നില്ല എങ്കിൽ അവിടെയും കോൺഗ്രസ് നാഷണൽ കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് കയറും എന്ന് തന്നെ പറയാം. അവിടെ PDPക്ക് 4 സീറ്റ് കാണിക്കുന്നുണ്ട്, മുന്നേറുന്നുണ്ട്, 4 സീറ്റിൽ മുന്നേറ്റം കാണിക്കുന്നുണ്ട്. സ്വാഭാവികമായും അത് എവിടെ നിന്നാണ് കൃത്യമായി നമുക്ക് വ്യക്തമല്ല PDPയുടെ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ PDP ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ഇന്ത്യ സഖ്യത്തിനൊപ്പം കോൺഗ്രസ് NC സഖ്യത്തിനൊപ്പം ചേരാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ നിൽക്കുന്നത്. PDPക്ക് കൂടുതൽ സീറ്റുകൾ വരികയും അത് ഏറ്റവും നിർണായകമാകുകയും ചെയ്തൊരു ഘട്ടത്തിൽ വന്നാൽ മാത്രമേ ഉള്ളൂ PDP വിലപേശലിലേക്ക് നീങ്ങാനുള്ള സാധ്യത. അല്ലെങ്കിൽ BJPക്കൊപ്പം ഒരിക്കൽ പോയതിൻ്റെ അപകടം PDPയെ സംബന്ധിച്ച് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കൂടുതൽ ചാൻസ് അവർ ഈ സഖ്യത്തിലേക്ക്, ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേരാൻ തന്നെയായിരിക്കും. കുറഞ്ഞ സീറ്റുകളാണ് PDPക്ക് ലഭിക്കുന്നത്. ആ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഒരു വിലപേശൽ ശേഷിയിലേക്ക് PDPക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസ് NC സഖ്യത്തിനൊപ്പം തന്നെ ചേർന്നുകൊണ്ട് ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അതൊന്നും ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന സാഹചര്യമില്ല. ഇതിപ്പോൾ പല സൂചനകൾ മാത്രമാണ്. 2-3 റൗണ്ട് എണ്ണിയതിന് ശേഷമുള്ള പല സൂചനകൾ മാത്രമാണ്. ഇനിയും 8 റൗണ്ടുകൾ കൂടി എണ്ണാനുണ്ട്. പലപ്പോഴും ഈ ഫലങ്ങളൊക്കെ ആകെ മാറി മറിയുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരം ഇപ്പോഴത്തെ പല സൂചനകൾ വെച്ചാണെങ്കിൽ അത് കോൺഗ്രസിന്റെയും NC സഖ്യത്തിന്റെയും മുന്നേറ്റം തന്നെയാണ് ജമ്മു കാശ്മീരിൽ എന്ന് പറയേണ്ടി വരും. പക്ഷേ പല സൂചനകൾ ഇനിയുള്ള റൗണ്ടുകൾ, 8 റൗണ്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ ആ റൗണ്ടുകളിൽ പലപ്പോഴും പല സൂചനകൾ മാറി മറിയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇപ്പോഴത്തെ ഹരിയാനയിൽ ഇപ്പോൾ ആ ഒരു മാറ്റം ഇല്ല എന്ന കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ്. 46 സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുമ്പോൾ 19 സീറ്റുകൾ